നമസ്കാരം, ധന്യ മീഡിയയിലേക്ക് സ്വാഗതം. ഒരിക്കൽ എന്നോട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ വിളിച്ചു. അദ്ദേഹം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് ഒരുപാട് ദുരിതങ്ങൾ വരുന്നുണ്ട്. എന്താണ് കാരണം എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി, അവരാരും കണ്ടുപിടിച്ച് കൊടുത്തില്ല. അല്ലെങ്കിൽ അവർ വഴിപാട് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂജകൾ ചെയ്യും, മാറുന്നില്ല. എപ്പോഴും നെഗറ്റിവിറ്റിയാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കുടുംബപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എങ്കിലും അതിനപ്പുറം അയാൾക്ക് മറ്റ് ചില ദോഷങ്ങൾ, നടപടി ദോഷങ്ങൾ പോലെയുള്ള എന്തോ പോലെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെവിടെയാണ് വർക്ക് ചെയ്യണത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ആൾക്കാരുമായിട്ട് എങ്ങനെയാണ്? നല്ല സഹകരണമാണ് ചേട്ടാ, നല്ല ഇതാണ്. ആൾക്കാരെല്ലാം അവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അവർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, അവരെയൊക്കെ ദുഃഖങ്ങളിൽ നിന്ന് മാറ്റാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് ശേഷമാണോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക? അയാൾ കുറച്ച് നേരം ആലോചിച്ചു. ശരിയായിട്ടോ, ഞാൻ ഒരാളുടെ പ്രശ്നങ്ങൾ കേട്ട് അയാളെ ഒന്ന് ആശ്വസിപ്പിച്ച്, സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ഒന്ന് ആശ്വസിപ്പിച്ച് അത് സഹായിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ എനിക്ക് പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടോ? ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് എത്താം. രണ്ട് എനർജിയാണ്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തുണ്ടാവും. പക്ഷേ എപ്പോഴും ഇവിടെ നെഗറ്റീവ് എനർജിക്കാണ് പവർ കൂടുതലെന്ന് പറയും. കാരണം ഇപ്പം കലിയുഗമാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറേയധികം പവർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഭയങ്കര പവറിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉയരത്തിലേക്കൊക്കെ പോകുന്നതും ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നതും അതുകൊണ്ടാണ്. അപ്പം ഈ നെഗറ്റീവ് എനർജി, നമ്മൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേത്രത്തിൽ വിഗ്രഹം ഇരിക്കണം, ആ വിഗ്രഹത്തെ പോയി കണ്ട് പ്രാർത്ഥിക്കണം, ഭഗവാൻ സങ്കല്പത്തിൽ പ്രാർത്ഥിക്കണം. ആ വിഗ്രഹത്തിന് എന്താണ് വിശേഷപ്പെട്ട് ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. അപ്പം ആ എടുക്കുന്ന എനർജി, ഇപ്പം ഭക്തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അത് നെഗറ്റീവാണ്, ഭക്തൻ്റെ പ്രയാസങ്ങൾ അത് നെഗറ്റീവാണ്. ആ നെഗറ്റീവ് വലിച്ചെടുത്തിട്ട് ഭഗവാനിലുള്ള പോസിറ്റീവ് ഊർജം ഈ ഭക്തനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അവിടെ ഇരിക്കുന്ന വിഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഡ്യൂട്ടി. ഈ വിഗ്രഹത്തിനെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കുകയാണ് ശാന്തിക്കാരൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പൂജാരിയുടെ ഡ്യൂട്ടി. ഇപ്പം അതൊക്കെ മാറി, ആരും അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. ഇപ്പം കമ്മിറ്റിക്കാരെ പ്രീണിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരുടെയും ജോലിയും തോന്നുന്നു. അതൊക്കെ വിടാം. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി എപ്പോഴും ഒരാളിലേക്ക് വലിച്ചെടുക്കപ്പെടും, അല്ലെങ്കിൽ അയാൾ ആഗിരണം ചെയ്യപ്പെടും. നെഗറ്റീവ് മാറും. ഇപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് ദുഃഖങ്ങളും ദുരിതങ്ങളും അയാളുടെ പ്രയാസങ്ങളും ദോഷങ്ങളും സംസാരിച്ച് കഴിയുമ്പോൾ ചിലർ പറയത്തില്ലേ, ഇന്ന ആളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. എങ്ങനെയായിരിക്കും ആശ്വാസം വന്നത്? അയാൾ ഒന്നും ചെയ്ത് കാണത്തില്ല, കേൾവിക്കാരനായിട്ട് ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി അയാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. ചില ഹീലേഴ്സ് നെഗറ്റീവ് വലിച്ചു കളയുന്ന പോലെ, ചില ഓട്ടോ ഹീലിംഗ് പോലെ തന്നെ അയാളിലേക്ക് വലിച്ചെടുത്തിട്ട് അയാളിലുള്ള പോസിറ്റീവ് ഊർജം ഈ പറഞ്ഞ ആളിലേക്ക് ഫില്ല് ചെയ്യും. അപ്പോൾ അതാണ് പല ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ കേൾവിക്കാരനായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ അതേ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മളിലേക്ക് വരുന്നത്. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഒരാൾ നമ്മളെ ഫോണിൽ വിളിച്ചാണെങ്കിലും അവരുടെ പ്രയാസങ്ങൾ, കഷ്ടതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം മുതൽ അതേമാതിരി അല്ലെങ്കിലും അതിനോട് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മളിലേക്ക് ബാധിക്കും. ചിലപ്പോൾ അതേമാതിരി തന്നെ വരികയും ചെയ്യും. വേറൊരു കേസ് എനിക്ക് ഓർമ്മയുള്ളത്, ഇവർ എല്ലാവരും ഇങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും കേട്ടുകൊണ്ടിരിക്കും. ആ കേട്ട അന്ന് വൈകിട്ട് മുതൽ അവർക്ക് അസുഖങ്ങളായിരിക്കും. പിന്നെ അവർ അമ്പലത്തിലും വഴിപാടുകളൊക്കെ കഴിച്ച് പ്രാർത്ഥനകൾ കൊടുത്ത് ജപങ്ങൾ, ലളിതാ സഹസ്രനാമങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് അവരുടെ നെഗറ്റിവിറ്റികൾ പോസിറ്റീവ് ആവും. ഇത് തീർന്നു കഴിഞ്ഞാൽ അവരൊന്ന് പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇതേ ആൾ തന്നെ വിളിക്കുന്നതാണ് പറയാം, ദുഃഖങ്ങൾ ദുരിതങ്ങൾ പറയാം. അപ്പോൾ അതുകൊണ്ട് കേൾവിക്കാരനായിട്ടിരിക്കുന്നത് കുഴപ്പമില്ല. സെൽഫ് ഹീലിംഗ് നമുക്ക് അപ്പോഴത്തേക്ക് സ്വയം ഹീൽ ചെയ്യാനും നമുക്ക് സ്വയം പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കേൾവിക്കാരൻ ഇപ്പോൾ ഒരാൾ ദുഃഖങ്ങൾ കേട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഏറ്റവും നല്ല കാര്യമാണ് അവരെ പോസിറ്റീവ് ആക്കുക എന്നുള്ളത്. പക്ഷേ നമ്മളിലെ പോസിറ്റിവിറ്റി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിലേക്ക് പോസിറ്റിവിറ്റി ഫില്ല് ചെയ്യാനുള്ള ഈശ്വരനാമ ജപം ഏറ്റവും നല്ല പോസിറ്റീവ് ഫില്ല് ചെയ്യാനുള്ളതാണ്. ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലേക്ക് പോസിറ്റിവിറ്റി വരും. നാമജപം, വിളക്ക് എത്തിച്ചിട്ട് ഈശ്വരനാമം ജപിക്കുക, നാമം ജപിക്കുക. ഏത് മതക്കാരായിക്കോട്ടെ, ഏത് ജാതിക്കാരായിക്കോട്ടെ. ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ ചെയ്യാം, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ ചെയ്യാം, നിത്യപ്രാർത്ഥനകൾ ചെല്ലാം. ഇങ്ങനെയുള്ള ചൊല്ലാൽ, പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ മുട്ടുവെച്ച് പ്രാർത്ഥിക്കുക. എന്താണോ നിങ്ങളുടെ രീതി അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും.
അപ്പോൾ പോസിറ്റീവ് ആകും. അല്ലാതെ നമ്മൾ കേട്ടിരുന്നിട്ട് ഉടനെ പോയി നെഗറ്റീവ് ആകാനല്ല വേണ്ടത്. നമ്മൾ ഒരാളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഹീലേഴ്സ് ഒക്കെ അല്ലേ പറയുന്ന, റേക്കിയിലൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അവരുടെ പ്രയാസങ്ങളും ദോഷങ്ങളും കേട്ട് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിലൊന്ന് കുളിച്ചാൽ കുറേയധികം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറാറുണ്ട്, നെഗറ്റിവിറ്റി മാറാറുണ്ട്. ചിലപ്പോൾ ശാരീരികമായും നെഗറ്റിവിറ്റി ബാധിക്കാം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ സ്വല്പം കല്ലുപ്പിട്ട വെള്ളത്തിൽ ഒന്ന് കുളിച്ചു കഴിഞ്ഞാലും കുറേയധികം നമ്മൾ ശാരീരികമായ നെഗറ്റിവിറ്റിയൊക്കെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുവാൻ സാധിക്കുന്നതാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട് പരിഹാരങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ നിർത്താനല്ല പറഞ്ഞത്, അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സെൽഫ് ഹീലിംഗ്, നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റാൻ, നിങ്ങളുടെ നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റീവ് ഫീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക. സന്തോഷമായിരിക്കുക, എപ്പോഴും പോസിറ്റീവായിരിക്കുക. നന്ദി, നമസ്കാരം.